ഉരുൾപൊട്ടൽ ഭീതി ഒഴിയാതെ തൃശൂർ അകമല. മുന്നറിയിപ്പ് അനുസരിച്ച് പ്രദേശത്ത് നിന്ന് മാറി താമസിച്ച കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങി. എന്നാൽ മഴ വീണ്ടും കനത്താൽ വീണ്ടും തിരികെ പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ആളുകൾ ഇപ്പോൾ തിരിച്ചു വന്നു തുടങ്ങി. ഒരുവിധ ആളുകളൊക്കെ നമുക്ക് വീടുകളിലേക്ക് സേഫായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. മഴ നമുക്ക് വിട്ടുന്നതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റായി മണ്ണ് കൂടുതൽ ഇടിഞ്ഞ ഒരു വീടിൻ്റെ പ്രദേശം, അങ്ങനെയുള്ള 1-2 വീടുകളാണ് ഇനിയിപ്പോൾ തിരിച്ചു വരാനുള്ളത് വീണ്ടും നിൽക്കുന്നത്. ബാക്കിയുള്ള ഒരുവിധ ആളുകളൊക്കെ തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ ഇല്ലാത്തതുകൊണ്ട് സേഫാണ്, ഒരുപാട് പേടിക്കേണ്ടതില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ച് ഇതാക്കുമെന്ന് പറഞ്ഞിരിക്കുക. ജെയ്സൺ ശ്യാമവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ, തൃശൂർ അകമലയിലേക്ക് നമ്മൾ ഇപ്പോൾ വയനാട്ടിലെ ദുരിതം കണ്ടതേയുള്ളൂ. ഇപ്പോൾ മുന്നറിയിപ്പുകളുണ്ട്. ആ ഭാഗത്തെ ജനങ്ങളുടെ ഒരു ഭീതി അവരുടെ വാക്കുകളിലുമുണ്ട്. എന്താണ് ജെയ്സൺ അവിടെ അടിയന്തരമായി വേണ്ടത്? സുജയ, പ്രധാനമായും വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ അന്ന് എടുത്തു പറഞ്ഞ മറ്റൊരു സ്ഥലമായിരുന്നു വടക്കാഞ്ചേരിക്കടുത്ത് അകമല എന്നത്. അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അത്തരത്തിൽ തന്നെ ജില്ലാ കളക്ടർ വരികയും പിന്നീട് അവിടെ നിന്ന് അല്പം കർശനമായ നിലപാടുകളോടുകൂടി തന്നെയാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ഇല്ലാത്ത പക്ഷം മഴ തുടർന്നു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ഉരുൾപൊട്ടലിന് കൂടി സാക്ഷിയാകേണ്ടി വന്ന ഒരു സ്ഥലമാകുമായിരുന്നു അകമല. ഈ അകമലയിലേക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മഴ കൂടുതൽ ശക്തമായി ഇനിയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഭീഷണി കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരം വേണമെന്ന ഒരാവശ്യം ഉണ്ട്. അതേസമയം തന്നെ ഇവിടെ നിന്ന് ആളുകൾ എങ്ങനെ മാറ്റിപ്പാർപ്പിക്കും, മറ്റൊരു സ്ഥലം കണ്ടെത്തി പോകുമെന്നതടക്കമുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മഴ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ തരം ആശങ്കകൾ താൽക്കാലികമായി വിരാമാവുന്നുണ്ട്. പക്ഷേ വരും കാലങ്ങളിൽ ഈ ആശങ്ക വീണ്ടും തുടരുമെന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ആളുകൾ ഇവിടെ നിന്ന് പോയ ആളുകൾ പൂർണ്ണമായും തിരിച്ചു വന്നു കഴിഞ്ഞ് 1-2 വീടുകൾ മാത്രമാണ് ഇനി തിരിച്ചു വരാനുള്ളത്. മഴ ഇനി കൂടുതൽ ശക്തമാകാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പക്ഷേ വരും വർഷങ്ങളിലും ഈ ആശങ്ക ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സുജയ, തൃശൂർ അകമലയിലെ ഭീതി ഒഴിയുന്നില്ല. ഉരുൾപൊട്ടലിന്റെ വക്കിലാണ് ആ നാട് നിൽക്കുന്നത്.